ഇവിടെ വരെ വന്നിട്ടും നിനക്കത് മനസ്സിലായില്ലേ? ഇത് എന്റെ വീട്ടിലേക്കുള്ള വഴിയാണല്ലോ. ഇവിടെ എവിടെയാ പോകുന്നത്? എവിടെയായിരിക്കും? ചന്ദ്രയുടെ വീട്ടിലേക്ക് തന്നെയാ പോകുന്നത്. എന്തിന്? അതൊന്നും വേണ്ട. അതെന്താ വേണ്ടാത്തത്? അത് ശരിയാവില്ല. കാരണം? എനിക്കിഷ്ടമല്ല. അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്. ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് വരണ്ടെന്ന് പറയാൻ എന്താണ് കാരണം? അവിടെ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? അത് ഞങ്ങൾ രണ്ടുപേരും അറിയുന്നുള്ള പേടിയാണോ നിനക്ക്? അതൊന്നും അല്ല. പിന്നെ എന്താന്ന് പറ. ചന്ദ്ര പറയുന്ന കാരണം ഞങ്ങൾക്ക് കൂടി ബോധ്യപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ വണ്ടി തിരിക്കും. ഇത് ചതിയാ. എന്റെ വീട്ടിലേക്ക് പോകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ കൂടെ വരില്ലായിരുന്നു. എടി, അതറിയാവുന്നത് കൊണ്ടാ ഒന്നും പറയാതെ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. പ്രേമിച്ച് ചോദിച്ചിട്ട് പോലും ഞങ്ങളത് പറഞ്ഞില്ലല്ലോ. ഒരല്പം നേർബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴേ നിനക്കത് മനസ്സിലാവണമായിരുന്നു. എന്ത് ചെയ്യാം, ബുദ്ധി എന്ന് പറയുന്ന സാധനം നിനക്കില്ലാതെ പോയി. പേടിക്കൊന്നും വേണ്ട. നമ്മളവിടെ ചെല്ലുന്നു, കുറച്ചു നേരം ചെലവഴിക്കുന്നു, തിരിച്ചു പോരുന്നു. വേണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിന്റെ വീടിന്റെ യഥാർത്ഥ അവസ്ഥയൊക്കെ ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. അതാണല്ലോ അതിന്റെ ശരി, അല്ലേ അളിയ? പിന്നല്ലാതെ. ശരത്മനെ, അതും കൊടുക്കു പാർവതി. എന്താ? കുറച്ച് മധുര. ഞങ്ങളൊരു തീരുമാനം എടുത്തു. അതിമധുരം കഴിച്ചിട്ട് പറയാം. ഇത്രയും കാലം കാത്തില്ലേ, ഇനി എന്താ അവസാനിപ്പിക്കാം. മോനും മനസ്സിലായില്ലേ? കല്യാണത്തിന്റെ കാര്യമായി പറയുന്നത്. മോനും നിത്യം തമ്മിലുള്ള കല്യാണം ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇനി അത് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ല. ഉണ്ടോ? ഏയ്, ഒട്ടുമില്ല. ഞാനത് അങ്ങോട്ട് പറയാതിരിക്കുമായിരുന്നു. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാ. ഒന്ന് തീരുമ്പോ വേറൊന്ന്. ആ പേടി കൊണ്ടൊന്നും അല്ല കേട്ടോ ഞങ്ങള് കല്യാണത്തിന് നിർബന്ധിക്കുന്നത്. സമയമായി. മോന് മാത്രമല്ല, നിത്യയ്ക്കും. അല്ല, മോന് എതിരഭിപ്രായമൊന്നും ഇല്ലല്ലോ അല്ലേ? ശരത്തിന് സന്തോഷേ ഉള്ളൂ അമ്മേ. അന്ന് നമ്മൾ ഈ കല്യാണം നടത്താൻ പോയതല്ലേ, അപ്പോഴല്ലേ ദേവികയുടെ കല്യാണം പെട്ടെന്ന് കയറി വന്നത്. ഇനി അങ്ങനെ ഒരു ഭീഷണി ഇല്ലല്ലോ. കല്യാണ ഭീഷണി ഇല്ലെന്നുള്ളൂ അമ്മേ. ദേവിക എന്ന ഭീഷണി ഇപ്പോഴും ഉണ്ട്. അവളിനി എന്ത് ചെയ്യാനാ? അല്ല, മോൻ അവളെ പേടിയുണ്ടോ? എനിക്കെന്ത് പേടി? പേടി എന്ന വാക്ക് എന്റെ നിഘണ്ടുവിലേ ഇല്ല. എന്നാലേ പ്രഭമോളോട് വേഗം വരാൻ പറ. ഇനിയെല്ലാം പെട്ടെന്ന് നടക്കണം മോനെ. അല്ല, അച്ഛനെന്ത് പറഞ്ഞു? സംസാരിച്ചിട്ടില്ല. മനോഹരേട്ടന് എതിർപ്പൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ഇപ്പോഴും? അതെന്താ മോൻ അങ്ങനെ ചോദിച്ചേ? അല്ല, ദേവിക പറയുന്നതാണല്ലോ ഇപ്പൊ അച്ഛന് വേദവാക്യം. അവള് പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് അച്ഛന്റെ തീരുമാനം ഇപ്പോഴും അനുകൂലമാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. അവന്റെ തീരുമാനം അനുകൂലം തന്നെയാ മോനെ. സ്വന്തം മോളാ നിത്യ. മക്കളോട് സ്നേഹമുള്ള ഏതെങ്കിലും ഒരു അച്ഛൻ അവരുടെ കല്യാണത്തിനെതിരെ നിൽക്കുമോ? മോനെ, അവൻ എന്തു പറയുന്നൊന്നും ചിന്തിക്കണ്ട. ഈ കല്യാണത്തിന് എല്ലാരും അനുകൂലമാ. ഇനി മുഹൂർത്തം കുറിക്കണം, കല്യാണം നടത്തണം, അത്രേ വേണ്ടൂ. അതൊന്ന് കഴിഞ്ഞാലേ മോനെ എന്റെ മനസ്സിലെ ഭാരം ഒഴിയൂ. സുധിയുടെ കല്യാണമേ എങ്ങനെയായി? നിത്യക്കെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാവണം. അമ്മ വിഷമിക്കണ്ട. എല്ലാം അമ്മ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കും. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനൊരു തടസ്സം ഉണ്ടാവില്ല. മതി, ഇത് കേട്ടാ മതി. ആ മോനെ, അമ്മയോട് പെട്ടെന്ന് വരാൻ പറയണേ. വാ പാർവതി.